കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കോഴിക്കോട് യൂണിറ്റ് വിജിലൻസ് ആണ് രാവിലെ മുതൽ റെയ്ഡ് നടത്തിയത്. കോർപ്പറേഷനിൽ രാഗേഷിന്റെ ഓഫീസിലും റെയ്ഡ് നടത്തി. വണ്ടിയിലെത്തി ഭക്ഷണം വേണ്ട മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പി.കെ. രാഗേഷിന്റെ വീട്ടിൽ ഇത്തരമൊരു റെയ്ഡ് നടത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണോ റെയ്ഡ്? കൃഷ്ണേന്ദു, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ ചാലാട് പഞ്ഞിക്കയിലെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ മുതൽ വിജിലൻസിന്റെ കോഴിക്കോട് സ്പെഷ്യൽ സെൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡ് 5 മണിക്കൂർ പിന്നിട്ടു. രാഗേഷിന്റെ കണ്ണൂർ കോർപ്പറേഷനിലെ ഓഫീസിലും റെയ്ഡ് നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ പി.കെ. രാഗേഷിനെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതുവരെ വിജിലൻസ് പി.കെ. രാഗേഷിനെതിരായ പരാതിയിൽ കേസെടുത്തിരുന്നില്ല. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി പി.കെ. രാഗേഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തി വരികയാണ്. രാഗേഷുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും വിജിലൻസ് പരിശോധിച്ചു. വരുമാനവും ചെലവും കഴിഞ്ഞ് 20%-ലധികം സ്വത്ത് ഉണ്ടെന്ന് കണ്ടെത്തിയാലാണ് വിജിലൻസ് സാധാരണയായി കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളത്. കേസ് എടുത്തതിന് പിന്നാലെ കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ടും വാങ്ങിയാണ് ഈ കോഴിക്കോട്ട് നിന്നുള്ള ഈ വിജിലൻസിന്റെ സ്പെഷ്യൽ സെൽ കണ്ണൂരിൽ എത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഈ റെയ്ഡ് നടത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജിലൻസ് സ്പെഷ്യൽ സെൽ SP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് നടന്നത്. 1-ലധികം പരാതി പി.കെ. രാഗേഷിനെതിരെ വിജിലൻസിന് കിട്ടിയിരുന്നു. ഇതിൽ പയ്യാമ്പലത്തെ ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിൻ്റെയൊക്കെ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയും വിജിലൻസ് ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. റെയ്ഡ് തുടരുകയാണ് എന്ന് മാത്രമാണ് വിജിലൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഒട്ടേറെ പരിശോധനകൾക്ക് ശേഷമാണ്. അതായത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രമാണ്, ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് വിജിലൻസ് സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്യുക. ഏതെങ്കിലും ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി വിജിലൻസ് ഇല്ല. എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അതിൽ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കും. അതിനുശേഷം ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കും. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് അതിനേക്കാൾ 20%-ലധികം സ്വത്തുണ്ട് എന്ന് ബോധ്യമായാൽ മാത്രമാണ് സാധാരണ നിലയിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പക്ഷേ വിജിലൻസിൽ നിന്നും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. എന്താണ് ഈ റെയ്ഡിൽ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. ഇന്നലെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീട്ടിൽ നടന്ന പരിശോധനയിൽ ലഭിച്ച കാര്യങ്ങൾ കൂടി ചേർത്ത് മൊത്തം വരുമാനം വിജിലൻസ് കണക്കുകൂട്ടും. അതിനുശേഷം വരവിനേക്കാൾ വലിയ തോതിൽ സ്വത്തുണ്ട് എന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. ഇതാണ് വിജിലൻസിന്റെ ഒരു രീതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ലഭ്യമായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുത്തോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും വന്നിട്ടില്ല. അതൊക്കെ വിജിലൻസുമായി ബന്ധപ്പെട്ട് അവർ വെളിപ്പെടുത്തിയാൽ മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ റെയ്ഡ് തുടരുന്നുണ്ട്. ഈ 10 മണിക്ക് ശേഷവും റെയ്ഡ് രാവിലെ ഏതാണ്ട് ഒരു 5:30 വിജിലൻസ് സംഘം എത്തിയത്. ഇപ്പോൾ 10 മണിക്ക് ശേഷവും ഈ റെയ്ഡ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഈ വിജിലൻസിന്റെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കൃഷ്ണേന്ദു.